നമ്മുടെ ചായക്കടയിൽ ചില്ലുകൂട്ടിലൊക്കെ ഇരിക്കുന്ന നല്ല മുരുമുര എന്നുള്ള ചൂടൻ ഉള്ളിവടയുടെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. കൂടെ തന്നെ നല്ലൊരു ചൂട് ചായയും സോസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ, എന്നാ ടേസ്റ്റ് അല്ലേ. അപ്പൊ അത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതേപോലെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു 4 സവാള എടുത്ത് തൊലി കളഞ്ഞ് തീരെ കനം കുറച്ച് നീളത്തിൽ ഇതേപോലെ ഒന്നുകൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൊടിയായിട്ടൊന്നും കട്ട് ചെയ്യരുത്, ഇതേപോലെ നീളത്തിൽ തീരെ കനം കുറച്ച് വേണേ കട്ട് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മുടെ സവാളയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് സവാള നല്ലോണം സോഫ്റ്റ് ആവുന്നത് വരെ കൈ വെച്ച് ഇതേപോലെ ശരിക്കും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. കണ്ടതായി ഇതേപോലെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടിയായിട്ട് കട്ട് ചെയ്ത ഇഞ്ചിയും, എരിവിന് വേണ്ടി 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദയും അതേപോലെ തന്നെ കടലമാവുമാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ വീതമായിട്ട് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അത് കാശ്മീരി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ല എരിവുള്ളത് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ശരിക്കും ഒന്നും കൂടെ മിക്സ് ആക്കി എടുത്താലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഉള്ളിവടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് പറ്റിയതിന് ശേഷം ഇതേപോലെ കുറച്ചെടുത്ത് നല്ലോണം പരത്തി ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇതേപോലെ 2 വശവും കൂടെ മുരിഞ്ഞ് ശരിക്കും ക്രിസ്പി ആയിട്ട് വരുമ്പോൾ കോരിയെടുത്ത് നല്ല ചൂട് ചായയുടെയും അതേപോലെ തന്നെ ടൊമാറ്റോ സോസിന്റെയോ ചില്ലി സോസിന്റെയോ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കണ്ടതാ ഉള്ളൊക്കെ ആണെങ്കിലും നന്നായിട്ട് വെന്ത് പുറംഭാഗമൊക്കെ ആണെങ്കിൽ നല്ലോണം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.